ഇന്നില്ലേ വർക്കലയിലാണുള്ളത്. എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാമി ഗ്ലൂമന്റെ പാണ്ടി നൈറ്റ് ആണ് കേട്ടോ. ഇന്ന് പാണ്ടി നൈറ്റ് പാർട്ടിയാണ്. എപ്പോഴും എല്ലാരും സംഗീതം അതുപോലെ തന്നെ ഹൽദി ഒക്കെ അല്ലേ ചെയ്യണം. പക്ഷെ ഇതൊരു വെറൈറ്റി ഉണ്ടല്ലേ. ഇതാകുമ്പോ എങ്ങനെ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട എന്റെ ബാച്ചിലറിന് ഞങ്ങള് ഫുക്കറ്റിൽ പോയെന്ന് ഇവളെ ഒരു പബ്ബിൽ കയറ്റി കേട്ടോ. അന്ന് ഇവള് പറഞ്ഞാൽ ഓർക്കണ്ട് വിജയുടെ പാട്ടൊന്നും ഇല്ലേ ഇവിടെ പബ്ബില് ഫുക്കറ്റിൽ പോയിട്ട്. ആ ചേച്ചി തായ്ലൻഡിൽ പോയിട്ട് വ്യാസു ചേച്ചി ഉണ്ടോ ഇവിടെ. ചേച്ചി ഇവിടെ ഹായ് സുന്ദരീസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോ നമ്മള് റെഡി ആവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് പരിപാടിക്ക്. നമ്മള് ഞങ്ങളുടെ പരിപാടി നടക്കുന്ന സെയിം പ്രോപ്പർട്ടി തന്നെയാട്ടോ നമ്മളും റൂം എടുത്തേക്കുന്ന. അതാകുമ്പോ ഒരുങ്ങ് അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ. അല്ലെങ്കിൽ നമ്മള് വണ്ടിയൊക്കെ പിടിച്ച് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ആ പ്രോഗ്രാം നടക്കുന്ന പ്രോപ്പർട്ടി തന്നെ നമ്മൾ റൂം എടുത്ത് അങ്ങനെ നമ്മളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ അതെ ഇവിടെ പരിപാടിക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ വന്നപ്പോ തന്നെ കണ്ടത് ആ ഒരു ഫ്ലെക്സ് ആണ്. വണക്കം തലൈവര് അപ്പൂന്റെ ഗംഗയുടെ ഒരു കാരിക്കേച്ചറിന്റെ ഒരു പിക്ചറൊക്കെ വന്നിട്ട് വെൽക്കം ബോർഡ് ആട്ടോ. അത് ഇവിടെ ആയിരിക്കും നമ്മുടെ ഡാൻസ് ഫ്ലോറിന് ഞാൻ വിചാരിക്കുന്നു. അതെ അത് തന്നെയാണ് ഡാൻസ് ഫ്ലോർ. കണ്ടോ എല്ലാം പരിപാടികളും ഒരുക്കങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. നമ്മളും റെഡി ആവട്ടെ. ചേച്ചി ഫുൾ മോഡിൽ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്യണേ കേട്ടാ. ചേച്ചി പറഞ്ഞു എനിക്ക് അങ്ങോട്ടൊന്നും പോവാൻ പോയി, എന്റെ പെട്ടിയൊക്കെ എനിക്ക് സൈഡിൽ തന്നെ വേണം, ഞാൻ അവിടെ എങ്ങനെ ഇരുന്ന് ഒരുങ്ങിക്കോളാം. നമ്മുടെ ചേച്ചിയോട് ഒരുങ്ങണ്ടതേ. അതെ എവിടെ ചേച്ചി ഒക്കെ ഇവിടെ തന്നെ. എന്റെ കയ്യത്തും ദൂരത്തുണ്ടല്ല എന്ന് പറയണേ. അതെ പിന്നെ അപർണ ഉണ്ട് കേട്ടോ. അപർണയാണ് എനിക്ക് ഇന്ന് മേക്കപ്പ് ചെയ്ത് തരാൻ പോണേ. അസു ചേച്ചി പ്രോയാണെങ്കിൽ ഞാൻ മേക്കപ്പിന്റെ കാര്യത്തിൽ മഹാശോകോടാ. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. അതിന്റെ പേജ് ഏതാ പറ. മേക്ക് ഓവർ ബൈ അപർണ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യ്. പിന്നെ ഇതൊക്കെ അപർണയുടെ പണി ആയുധങ്ങളാണ്. രാജാവേ കണ്ട നിറയെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്റെ സാരിയാ കിടക്കണം ഉടുക്കാൻ പോണേ. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി അല്ലേടാ? തുടങ്ങാം. നമ്മളിതേ ഫേസിൽ ഫൗണ്ടേഷനും അതുപോലെ ഐ ഷാഡോ ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതിട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ മൂക്കൂത്തി മാറ്റി. ഇത് അമ്മൂന്റെ മൂക്കൂത്തി ആട്ടോ. പക്ഷെ എന്റെ കല്യാണത്തിന് ഞാൻ ഈ മൂക്കൂത്തിയാണ് ഇട്ടിരുന്നത്. കാരണം എന്റെ മൂക്കൂത്തി രാവിലെ ചേഞ്ച് ചെയ്യണ ഇടയ്ക്ക് ഊരിപ്പോയി. അപ്പൊ അമ്മൂന്റെ മൂക്കൂത്തി പെട്ടെന്ന് ഇട്ടിട്ട് അമ്മ വേറൊരു മൂക്കൂത്തി ഇടുക കേട്ടോ ചെയ്ത. അപ്പൊ ഇത് അമ്മൂന്റെ മൂക്കൂത്തി. ഇത് കണ്ടപ്പോ എനിക്ക് തമിഴ് ടച്ച് തോന്നിട്ടോ. പിന്നെ അമ്മ വന്നില്ല, അവൾക്ക് എക്സാം ആട്ടോ. അതുകൊണ്ടിട്ട് അവള് വന്നില്ല. അപ്പൊ ഞാൻ അവളുടെ മൂക്കൂത്തിയും കിസ്റ്റിക്കൊണ്ട് കൊണ്ട് പോന്നു. ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് പൊട്ടും കൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ അശ്ചേച്ചി പുറകെ ഇരുന്ന് താജ്മഹൽ പണിയണ പോലെ എനിക്ക് ഇനി കുറച്ച് താജ്മഹലൊക്കെ മുടിയിൽ പണിയാനുണ്ട് അല്ലേ. അശ്ചേച്ചിന് ഇപ്പൊ കാണുമ്പോ പറ്റിയ ലുക്കാട്ടോ. ശോഭന ഒരു ഹൊയ്യാരേ ഹൊയ്യാരേ ഹൊയ് യമുനാ തീരെ മോഡലാട്ടിരിക്കണം. അപ്പൊ ഇന്നൊരു പട്ടുസാരി ലുക്കൊക്കെ ആയിട്ട് നമ്മള് ചെയ്യണം. അപ്പൊ നമുക്ക് ബാക്കി ഹെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനിയിപ്പോ ലിപ്സ്റ്റിക് അങ്ങനെ നമ്മളില്ലേ ഫേസ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഗോപിപ്പൊട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഗോപിപ്പൊട്ട്. പക്ഷെ അപർണയുടെ ഈ ഒരു പൊട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അസുചേച്ചി സെയിം പൊട്ട് തന്നെ വെച്ചു കേട്ടോ. ഇനിയിപ്പോ ഹെയർ സ്റ്റാർട്ട് ചെയ്തു. ഹെയർ എപ്പോഴും നമ്മൾ ചെയ്യണ പോലെ ക്രിംപ് ചെയ്ത് അങ്ങനെ ഒന്നും നമ്മൾ ഇപ്രാവശ്യം ചെയ്യണില്ല. നമ്മൾ സിമ്പിളായിട്ട് ഫ്രണ്ടിലൊരു ബ്രെയ്ഡ്സ് കൊടുത്തിട്ട് മുടി പിന്നീട്ട് വെറുതെ മുല്ലപ്പൂ വെക്കണേ ഉള്ളൂ കേട്ടോ. ആ ഒരു എന്താ പറയണ നാച്ചുറൽ ഫീൽ നിലനിർത്തിക്കൊണ്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ മുടിയിൽ എണ്ണ ഉണ്ട് കേട്ടോ, ക്രിമ്പൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ടിട്ട് നമ്മളങ്ങനെ ഓവറായിട്ട് എൻഗേജ്മെന്റ് പോലെയും അതുപോലെ ഇനി കല്യാണം വരണ്ട അതുപോലെ ഒന്നും നമ്മളങ്ങനെ പ്ലാനൊന്നും ചെയ്യണില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ പരിപാടി, നമുക്ക് വേണ്ടി വൈബ് അറ്റൻഡ് ചെയ്യാൻ വെച്ചേക്കണ പരിപാടി. വൈബ് അറ്റൻഡ് ചെയ്യുന്ന പൊളിക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശം ഇന്നത്തെ. അപ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് തരില്ലേ എനിക്ക്? ഓക്കെ. ഈ കാണുന്ന മുടി എൻ്റെ തലയിലേക്ക് കയറാനുള്ള മുടിയാണ് കേട്ടോ. ഏകദേശം ഒരു ബ്രൗണും ബ്ലാക്കും ഒക്കെ കൂടി ഷെയ്ഡും ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. അതുകൊണ്ട് എൻ്റെ ഹെയറിന് മാച്ചായി പോവുകയും ചെയ്യും. ഇത് പിന്നെ ഇടാൻ പോവാണേ. അപ്പൊ പുറകെ നിൽക്കണത് ഫുൾ ഡെക്കറേഷൻ്റെ ആൾക്കാരാട്ടോ. അത് ജനലിൻ്റെ അവിടെ അവരെല്ലാവരും കണ്ടു എൻ്റെ മുടി വെപ്പാണെന്ന്. ഞാൻ ഇല്ലേ വന്ന വഴിക്ക് പിച്ചിപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ. എന്നാലും എനിക്ക് തോന്നുന്നു പിച്ചിപ്പൂവാണ് നമ്മുടെ ആ ഒരു തമിഴ് ലുക്കിന് ഭംഗി എന്ന് തോന്നട്ടോ. അതുകൊണ്ട് ഇത് പിച്ചിപ്പൂ റോസാപ്പും കൂടി കെട്ടിയ ഇത് ഇങ്ങനെ തന്നെ വന്നതാട്ടോ. അപ്പൊ ഇത് തലയിലേക്ക് വെക്കാന്ന് വിചാരിക്കുക. ഇത്രയും വെക്കണില്ല, ഇതിന്റെ കുറച്ച്. ഹേ ഹസ്ബൻഡി ഇങ്ങ പാറണ്ണി എപ്പടി ഇருக்கு മല്ലിപ്പൂ நல்லா இருக்கா? தமிழ்ல பேசண்ணி. அழகா இருக்கா?
ഹെയറും അതുപോലെ മേക്കപ്പും എല്ലാം കഴിഞ്ഞോട്ടെ. ഇപ്പൊ ഇതൊന്ന് പുറത്തു പോയതിൻ്റെ ഏട്ടി മുടിയൊക്കെ പൊങ്ങിയും ചാടിയൊക്കെ ഇരിക്കണം. ഇനിയിപ്പോൾ സാരി ഉടുക്കണം. ഇതിനിടയ്ക്ക് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാരിയാണ് ഉടുക്കണം. ഇത് അനന്തു എനിക്കില്ല, എൻ്റെ കല്യാണത്തിൻ്റെ 4ാം കല്യാണത്തിന് തന്നതാട്ടോ ഈ ഒരു സാരി. അതിപ്പോൾ ഞാൻ വീണ്ടും റീയൂസ് ചെയ്യുകയാണ്. ഇത് പക്കാ തമിഴ് സ്റ്റൈലാട്ടോ. ആ ചെക്സും ആ ഡബിൾ ബോർഡറും എല്ലാം കൂടി വരുമ്പോൾ ആ ഒരു തമിഴ് സ്റ്റൈലും ഉണ്ട്. ഉടുക്കാനും ഭയങ്കര സുഖാട്ടോ. ഇത് സാരി ഡ്രൈപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് സാരിയുടെ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഗ്രീനും ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷൻ ആ സാരിക്ക്. ഞാൻ പോത്തീസിന് എടുത്ത സാരി കേട്ടോ. നല്ല നല്ല രസമുള്ള കളറും. ഹസ്വി ചേച്ചി സുന്ദരിയായിട്ടുണ്ട്, നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളി, താങ്ക് യു. എൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം സാരി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടിട്ടില്ലേ ഇങ്ങനെ ഒതുങ്ങി കിടക്കണത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയാട്ടോ. നമുക്ക് അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. എല്ലാവരെയും പോയി കാണാം. അങ്ങ് വിദൂരതയിൽ അപ്പവും ഗംഗയും കൂടി ഫോട്ടോസ് എടുക്കുക കേട്ടോ. ഗംഗ പക്ക തമിഴ് 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 സ്റ്റൈല്. അടിപൊളി അടിപൊളി. ഫോട്ടോ പകർത്തി വെച്ചേക്കണ പോലെ ഉണ്ട്. ആ കണ്ണട വെച്ചേ, എന്നിട്ട് തമിഴ് പറഞ്ഞു തന്നിട്ട്. ആ എല്ലാ മക്കൾക്കും അറുമൈ മക്കൾക്കും മട്ടുപ്പട്ടി കോവിലിലെ മാമ മജ മനസ്സ് വെച്ച്. അടിപൊളി. എടാ നല്ല ലുക്കടാ. എന്ത് ഭംഗിയാണ്. കൊള്ളാം 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 കൊള്ളാം. തമിഴ് പൊണ്ണുങ്ക എപ്പടി ഇருக்கு? എപ്പടി இருக்கு മാമാ? நல்லா இருக்கு മാമാ. എപ്പടി இருக்கு? എന്ത് ഭംഗിയാലി ഒരു ഫ്ലെക്സ് കാണാൻ. അപ്പു കറക്റ്റ് ഈ ഫ്ലെക്സിലെ പോലെ തന്നെ ഇരിക്കണം കേട്ടോ. ഗംഗയ്ക്ക് പിന്നെ ഒരു മലയാള തനിമയൊക്കെ ഉണ്ട് ഈ ഒരു ഫോട്ടോയില്. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹലോ സുന്ദരി, എന്താണ് സുന്ദരി? കരയോ ഇന്ന് സുന്ദരി എന്ന് പറയാം. അമ്മനെ കണ്ട എനിക്കിപ്പോ ഇത് മാത്രം ചോദിക്കാനുള്ളന്ന് പറയാം എല്ലാരും. നമ്മള് പൊളിക്കുമല്ലേ ഇന്ന്? DJ ഡാൻസ് കളിക്കൂലേ ഇന്ന്? ഡാൻസ് പിന്നെ ഇന്ന് കളിക്കും. ഡാൻസും ഞങ്ങൾ ഡ്യുവറ്റ് ഉണ്ട് അല്ലേ? നമുക്ക് രണ്ടും കൂടി 2 ഡാൻസ്, കപ്പിൾ ഡാൻസ് കളിക്കണം. നമുക്ക് വരും എല്ലാരും ഉണ്ട്. പൊളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് പോരുന്നുണ്ട് ഒരു വണ്ടി പിള്ളേര്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. ഇല്ല നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്, വൃത്തിക്കിരിപ്പുണ്ട്. ഗംഗയുടെ ഹെയർ സ്റ്റൈൽ പോലെ തന്നെ ഇരിക്കും. ഗംഗ എപ്പോഴും കിട്ടൂല ഇങ്ങനെ സൈഡിലോട്ട് എടുത്ത്, അതുപോലെ തന്നെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. നോക്കി എന്തൊരു സുന്ദരിയാ എന്നിട്ടാ പറയണ. നോക്കിയുണ്ടോ? അടിപൊളി, നല്ല കളറ്. ഗംഗ അപ്പോൾ എൻട്രി ചെയ്യണതിന് മുന്നേ തന്നെ അവരിവിടേക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അവരെ നേരത്തെ കാണാനായിട്ട് പറ്റിയിട്ടോ. അത് മാത്രമല്ല DJക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബൂത്ത് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ജോളിയായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു അവിടെ. ഞാൻ ആ വെന്യൂ കൂടി വാട്ടിത്തിരിഞ്ഞ് നടന്ന സമയത്തായിട്ടോ കാവടി കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻട്രിയിൽ എന്തായാലും കാവടി ഉണ്ടാവും എന്നുള്ളതും. അതും 4 നല്ല ഭംഗിയുള്ള നിറയെ ഇങ്ങനെ ടാസിൽസൊക്കെ ഉള്ള കാവടി. അതിൻ്റെ ഉള്ളിൽ യെല്ലോ കളറ് ഇങ്ങനെ ചെറിയ ചെറിയ പേപ്പർ പീസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻട്രി ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് ഊഹിക്കായിരുന്നു കേട്ടോ അതിൻ്റെ വൈബ് എന്തായിരിക്കും എന്നുള്ളത്. ഓരോ എലമെൻറ്റും ആയിക്കോട്ടെ, ഇവൻ ആ ഒരു എൻട്രിയിൽ എഴുതി വെച്ചിരുന്ന ആ വിഷ്ണു ഗംഗ പാണ്ഡി നൈറ്റ്, അതുപോലെ ഓരോ എലമെൻസും ഭയങ്കര നല്ല രീതിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലാവും നമുക്ക്. എനിക്ക് ത്രൂ ഔട്ട് ഈ വീഡിയോയിലെല്ലാത്തിനും ഇല്ലേ ഞാൻ ഭയങ്കരമായിട്ട് വൈബ് ചെയ്യണത്, എൻജോയ് ചെയ്യണത് കാണാം കേട്ടോ. എനിക്കറിയില്ല ഞാൻ എന്തായിരുന്നു ഇത്ര ഹാപ്പി എന്നുള്ളത്. കാരണം അത്രയ്ക്ക് ഞാനിങ്ങനെ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യണ്ടായിരുന്നു. എന്ത് ആവേശത്തിലല്ല ഞാൻ എൻട്രി ആണെന്ന് പറയണേ. അല്ല ഗൈസ്, ഈ പരിപാടി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പടക്കം പൊട്ടിച്ചുകൊണ്ടാണ്. അത് നല്ല 1ാം തരം മാലപ്പടക്കം. ഇനിയാണ് കേട്ടോ ശരിക്കും ഇവരുടെ എൻട്രി എന്ന് പറയണേ. ആ കാണുന്ന ഉന്തുവണ്ടിയില്ലേ, ആ ഉന്തുവണ്ടിയിലേക്ക് അപ്പു എങ്ങനെ എടുത്ത് കയറ്റി. ഓൾസോ അപ്പു ആണെങ്കിലും ഭയങ്കര റോക്ക് ആൻഡ് റോളായിട്ട് കയറുകയും ചെയ്തു കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബാൻഡാണ് ഭയങ്കരമായിട്ട് നമ്മുടെ വൈബിനെ ആ മൂഡിനെയും ചേഞ്ച് ചെയ്തത്. ശരിക്കും ആ ഒരു ബാൻഡ് മേളത്തിൻ്റെ അകമ്പലോട് കൂടി നമ്മളും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരെ ഉണ്ടിയാണ് ഗൈസ് വെണ്ണിലോട്ട് കൊണ്ടുപോയത്. വെണ്ണിൽ എത്രയും മുന്നേ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല ഗൈസ്, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ നമ്മുടെ രജനി അണ്ണാവിൻ്റെ കട്ടൗട്ട്? അതിൽ ഗംഗ അപ്പം കൂടി മാലയിട്ടുകൊണ്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യണം ഒരു പാണ്ഡി നൈറ്റ് പാർട്ടിക്ക്. ഇതിനേക്കാളും നല്ലൊരു സ്റ്റാർട്ടിങ് ഉണ്ടോ നിങ്ങൾ പറ? കാരണം രജനീകാന്തിനെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കണം. ഭയങ്കര അടിപൊളിയായിരുന്നു വൈബ്. നെക്സ്റ്റ് നടന്നതില്ലേ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്
ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ കാവടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഈ കാവടി വെച്ചിട്ടായിരുന്നു കേട്ടോ ഇവരുടെ പ്രോപ്പറായിട്ടുള്ള എൻട്രി. അതായത് കാവടി 4 സൈഡിൽ നിന്നിട്ട് തുള്ളുമായിരുന്നു. ആ സമയത്ത് അവരുടെ ആ കാവടിയുടെ ഉള്ളിൽ പേപ്പറിൻ്റെ കുറേ പീസൊക്കെ ഇല്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. ഒരു സൈഡിൽ കൂടി സൺസെറ്റ് നടക്കണം, അതുപോലെ ആ ഒരു തമിഴ് പാട്ടിൻ്റെ വൈബ് കൂടി ഈ ഒരു കാവടി, മൊത്തത്തിലൊരു തിരുവിഴ നടന്നൊരു ഫീലായിരുന്നു കേട്ടോ. തമിഴ് ഉത്സവത്തിനാണ് നമ്മൾ തിരുവിഴ എന്ന് പറയുന്നത്. ആ ഒരു മൂഡായിരുന്നു മൊത്തത്തിൽ ക്രിയേറ്റ് ആയത്. ഗംഗയുടെ അപ്പൂൻ്റെ ഫണ്ണായിട്ടുള്ള തമിഴ് പ്രസംഗത്തിന് ശേഷം അടുത്തതായി നമ്മുടെ ബാൻഡ് ചേട്ടന്മാരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ പൊന്നെ, വീണ്ടും ഞാൻ പറയുന്നു കേട്ടോ. குடியிருக்கும் அண்ணா அக்கா தங்கச்சி ரொம்ப நன்றி. സ്റ്റേജിലെ പരിപാടികളും എല്ലാം ഒന്ന് അടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ എത്തി നമ്മുടെ എറണാകുളം ടീംസ് കേട്ടോ. അതായത് എൻ്റെ കെട്ടിയോൻ, എൻ്റെ ചേട്ടൻ, അവരളിയന്മാർ, പിന്നെ അബി, കൊച്ചേർക്കൻ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ബൈ റോഡാട്ടാണ് വന്നത്. അവരും അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തു. കുഴപ്പം 6 പോത്തും 3 ചീട്ടുകളും വെച്ച് എല്ലാവരും വ്യാപാരം തുടങ്ങിയതാണ് ഞാൻ. ഈ ഒരു ആമ്പിള്ളേരെ സാരി ഉടുപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ആരായിരിക്കും വിൻ ചെയ്തിട്ടുണ്ടാവണം? നമുക്ക് സിമ്പിളായിട്ട് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. അസ്വി ചേച്ചി ആട്ടോ ഈ ഒരു ഗെയിമിൽ വിൻ ചെയ്തത്. നെക്സ്റ്റ് ഗെയിമില്ലേ ഭയങ്കര ഫണ്ണിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് ഞാനത് ഇപ്പോൾ കാണാൻ നേരത്താട്ടോ ഇത്ര അടിപൊളിയാണ് ഫ്രണ്ടിൽ നിന്ന് കാണാമെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ആ ഒരു പിള്ളേരുടെ ആ ഒരു ഡ്രസ്സും അതിൽ കൂടി തലയും കയ്യൊക്കെ കൂടി വരാൻ നേരത്താണ് അതിൻ്റെ ഭംഗി എന്താണെന്ന് മനസ്സിലാവണേ. പുറകിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ചെയ്യുന്ന അനന്തൂരും അഭിനയം കണ്ടിട്ടാട്ടോ. താടി മീശയൊക്കെ വെച്ച കുഞ്ഞു ഭാവങ്ങൾ എന്ത് പറയാനല്ലേ. പിന്നെ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. ആ കൈ അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് വായിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അനന്ത് ഷുഗർ കട്ടായിരുന്നേ, അതൊക്കെ ഞാൻ മുടക്കിപ്പിച്ച് ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നന്നായിട്ട് എന്തോ ഐസ്ക്രീം കഴിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ എന്താ പറയുക, എനിക്ക് കറക്റ്റ് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഒബ്വിയസ്ലി വിൻ ചെയ്തത് കണ്ണൻ ചേട്ടനും അനാമികയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഗെയിം ഓവറോൾ ഭയങ്കര ഫണ്ണിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇല്ലേ വേറൊരു ഫണ്ണി ആയിട്ടുള്ള ഗെയിമായിരുന്നു കേട്ടോ. കാരണം കപ്പിൾ വന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടിച്ച് കൊടുക്കണം. ഫസ്റ്റ് തന്നെ കാർത്തിയും വർഷയാട്ടോ മാലയിടിക്കാനായിട്ട് വന്നത്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര എൻജോയ് ചെയ്താട്ടോ അവർ ആ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഒരൊറ്റ മാല പോലും താഴെ പോവാണ്ട് 3 പ്രാവശ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും അടിപൊളിയായിട്ട് തന്നെ മാല ഇട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ വിന്നറായത്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാട്ടോ അവർ ഗെയിം കളിച്ച്. നെക്സ്റ്റ് നമ്മളാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ടത്. ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ വീണില്ല കേട്ടോ മാല. പിന്നെ അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഇട്ടപ്പോഴും നല്ല രീതിയിൽ തന്നെ കറക്റ്റായിട്ട് വീഴുകയും ചെയ്തു കേട്ടോ. ഭയങ്കര ഫണ്ണായിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് ഇഷ്ടംപോലെ നല്ല നല്ല പാട്ടൊക്കെ ഇട്ട് നമ്മൾ ഡാൻസ് കളിച്ച് വൈബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടേണായിരുന്നു. ഞാൻ ആദ്യത്തെ 2 ഞാൻ എന്തോരം ഇടിച്ചു, ലാസ്റ്റത്തെ 1 പാളിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ആ ഹോൾ ടാസ്ക് എൻജോയ് ചെയ്തു കേട്ടോ. അതിലാണ് കാര്യം ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു മൊമെൻറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു, നമുക്ക് നല്ലൊരു മെമ്മറി ആയിട്ട് തന്നത്. പിന്നെ നെക്സ്റ്റ് കപ്പിൾ വന്നതില്ലേ കണ്ണൻ ചേട്ടനും പി ആയിരുന്നു കേട്ടോ. അവരും നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു. ഇത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവരെ നല്ല എയറിൽ പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ കുറേ ഡാൻസ് കളിച്ചു വിട്ടോ. ഭയങ്കര ഫണ്ണായിരുന്നേ. അടുത്തായിട്ടില്ല ഇവിടെ വടംവലി മത്സരമായിട്ട് നടക്കാൻ പോണം. അപ്പൂന്റെ ടീമും ഗംഗയുടെ ടീമും.
വടംവലി മത്സരത്തിൽ നമ്മൾ അങ്ങനെ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. എനിക്കറിയില്ല കേട്ടോ, ഞങ്ങളുടെ പടം ഒരു വഴിക്ക്, ഞങ്ങളെല്ലാവരും വേറൊരു വഴിക്ക്, എൻ്റെ സാരി ഒരു വഴിക്ക്. ഈ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ എൻ്റെ സാരി പല എടുത്തായിട്ടാട്ടോ കിടക്കണം. എനിക്കറിയില്ല എന്താണെന്നുള്ളത്, കാരണം സൈഡ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് മുറുക്കി കെട്ടണ ഇഷ്ടമല്ല കേട്ടോ പാവാട, അതുകൊണ്ട് കുറച്ച് ലൂസാക്കി കിട്ടിയിരുന്ന അത് സാരിയൊക്കെ സാരിയുടെ വഴിക്ക് പോകുന്നു കേട്ടോ. നമുക്ക് കൊടുത്ത് ശീലമില്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ. പക്ഷേ ഓവറോൾ ഞാൻ പരിപാടി എങ്ങനെ എൻജോയ് ഉണ്ടായിരുന്നു. പിന്നില്ലേ ഗംഗയുടെ അപ്പൂൻ്റെ വക നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു ഫോം പാർട്ടി ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളോട്ട് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. സീരിയസ്ലി DJ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഫോം വെച്ചിട്ടുള്ള പാർട്ടി ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. കാരണം ആ ഫോം വന്നതും ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് മതിമറന്ന് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെ ക്ലൗഡിൽ കിടക്കണ ഒരു ഫീലായിരുന്നേ. എല്ലാവരും കൂടി ആയപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോം വാരി എറിയുക, ഫോമിൽ കൂടി പറന്ന് നടക്കുക, മഞ്ഞിൽ കിടന്ന് ആസ്വദിക്കണ പോലെ മഞ്ഞിൽ കിടന്ന് ആസ്വദിക്കണ പോലെ നമ്മൾ ഫോമിൽ കിടന്ന് ആസ്വദിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയണു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളെ തന്നെ മറന്ന തമിഴ് പാട്ടും അതുപോലെ തന്നെ ആ ഫോമിൻ്റെ ആ ഒരു പാർട്ടിയുടെ ആംബിയൻസും അതെല്ലാം കൂടി നമ്മൾ ഇത്രയും പേരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കിട്ടിയത് സത്യം പറഞ്ഞ ഈ ഒരു ഫോം പാർട്ടിക്കാട്ടോ. അത് നമ്മൾ മാക്സിമം കളറാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോഴാട്ടോ ആ ഫോമിൽ പൊതിഞ്ഞ് വെച്ചേക്കണം എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത്. സത്യം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഫോമിൻ്റെ ഇടയൊക്കെ ഇടന്ന് നമ്മൾ ശരിക്കും അങ്ങോട്ട് അർമാദിച്ചു ഗൈസ്. ആദ്യം നിന്ന ഞങ്ങൾ പിന്നെ ഇരിപ്പായി, പിന്നെ കിടപ്പായി എന്ന് പറയണ്ട. അടിപൊളി. അപ്പോടാ എൻജോയ് ചെയ്തടാ മറ്റേ നമ്മുടെ നിവിൻ പോളിയുടെ പതഞ്ഞു പോകും എൻജോയ് ചെയ്തട്ടാ. പൊളിയായിരുന്നു. നിന്നെ കണ്ടില്ലല്ലോ കാർത്തി എന്റെ വ്ളോഗില്. നീ എവിടെയായിരുന്നു? നിന്റെ വ്ളോഗ് എവിടെ? ഹായ് വ്ളോഗ്. ഹലോ അതെ സൂപ്പർ പാർട്ടി ആയിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതെ സൂപ്പറായിരുന്നു. ഞങ്ങൾ ഗംഗയുടെ ടീമുകാർ തോറ്റെങ്കിലും ഞങ്ങൾ ഫോം പാർട്ടിയിൽ വിജയിച്ചു. അതെ ഇതായിരുന്നു എന്റെ അവസ്ഥ. അങ്ങനെ കിടന്നെങ്കിൽ സമ്മതിക്കാം. ഇത് നോക്കുമ്പോ പടം എവിടെ കൂടെ ഉരുണ്ടു. അല്ലല്ല മറ്റേ കാണാതെ പോയ 2 പെഞ്ചിനില്ലേ, അതിന്റെ ഭാവി തലമുറയിലെ 2 പെഞ്ചിനാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സീരിയസ്ലി ഭയങ്കര അടിപൊളിയായിരുന്നു. എന്റെ പൊന്നെ തകർത്ത് നമ്മള് തകർത്ത് അടിപൊളിയായിരുന്നു. ഫോം പാട്ട് ആരൊക്കെയാ? പൊന്നിന് എന്തെന്നാ ഫോം പാർട്ടിയായിരുന്നു. പൊന്നിനറിയോ ഫോം പാർട്ടി എന്താന്ന്? പാവം അത് അതിശയിച്ച് നിക്കണം നോക്കിയപ്പോ. എന്റെ അമ്മ പാല് തന്നെ മനസ്സിലാക്കി പറഞ്ഞോളൂ. ബൈ ബൈ അമ്മ. ബൈ 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 ബൈ. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിവിടെ സ്റ്റേ. ബൈ ബൈ. അങ്ങനെ ഒരു വലിയ കലാശക്കൊട്ട് കഴിഞ്ഞു കേട്ടോ. ഇന്നലെ നല്ല ടയേർഡായിരുന്നു. നമ്മൾ ഇന്നലെ ഫോം പാർട്ടിയും എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സ് മാറി കുളിച്ച് നേരെ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഇന്ന് രാവിലെ ആയിട്ട് എണീക്കണം. ഇന്നിപ്പോ പിറ്റേ ദിവസമാണ്. ഇന്നിപ്പോ ഗംഗയുടെ ബ്രൈഡൽ ഷവറിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പൊ അതൊക്കെ വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും, അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ ഞങ്ങൾ ഇതേ ചെക്കൗട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞ ഞാനും ഇതാ പോണത് അസു ചേച്ചി കേട്ടോ. അസു ചേച്ചിയും ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുവാണ്. നമ്മളിപ്പോ നമ്മള് നേരെ ശിവഗിരി സ്റ്റേഷനിലേക്ക് പോവാട്ടോ. വർക്കലേ വെച്ചിട്ടായിരുന്നു പരിപാടി. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇത് കണ്ടോ, നോക്കിക്ക് ഇവിടെ കിടക്കണ നോക്കി. ഫുൾ ഇന്നലത്തെ കാവടിയുടെ ബഹളം ഇതൊക്കെയാട്ടോ. ക്ലീനിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഇതേ മാറിയില്ലേ, ആംബിയൻസേ മാറി, ഫുൾ സംഭവങ്ങളും മാറി. ഇതായിരുന്നു പ്രോപ്പർട്ടി. നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മള് ഇനിയിപ്പോ നേരെ പോവാണ്.
അപ്പോൾ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ, പറയാൻ പറയാം. അത്രയും ബ്ലാസ്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് എല്ലാ പരിപാടിയും ഈച്ച് പരിപാടികളും നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കാവടിയുടെ സംഭവം, അവളുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് സർപ്രൈസ് ആയിരുന്നു ഫോം പാർട്ടി, അതും എല്ലാം ഉണ്ടായിരുന്നു. കാർത്തി മുതൽ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് വന്നത്, അതാ കൂടുതലും എനിക്ക് കാണിക്കാൻ പറ്റാതിരുന്ന. അവര് ലേറ്റ് ആയിട്ടാണ് വന്നത്. എൻ്റെ ചേട്ടനും അതുപോലെ കണ്ണൻ ചേട്ടനും അനന്തും അവരൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 hour കഴിഞ്ഞപ്പോഴെത്തിയ. അതുകൊണ്ട് കേട്ടോ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ. പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതാണ് ഞാൻ വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇനി കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ടാവും. അതൊക്കെ വെയിറ്റ് ചെയ്യുക ഗൈസ്. ബൈ.